നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അത് സിനിമാ വിവാദമാകുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ഹരം കയറും. അങ്ങനെയുള്ള ഒരു വിവാദമാണ് അടുത്ത കാലത്ത് ഇറങ്ങാൻ ശ്രമിച്ച, ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ. അതിൻ്റെ മുഴുവൻ പേര് JSK, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഇതൊരു കേസിൻ്റെ പേരാണ്. പ്രത്യേകിച്ചും ഹൈക്കോടതിയിലെ കേസുകൾ, ഹൈക്കോടതി സുപ്രീം കോടതിയിലൊക്കെയാണ് ഇങ്ങനെ വാദിയെയും പ്രതിയെയും നടുക്കൊരു വേഴ്സസ് എന്ന് ചേർത്ത് റെഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ജാനകി എന്ന സ്ത്രീ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കേസ്, അതിൻ്റെ കഥയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആ സിനിമ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജും ബന്ധപ്പെട്ട വക്കീലന്മാരും മാത്രമേ കണ്ടിട്ടുള്ളൂ. റിലീസായിട്ടില്ല. അതിൻ്റെ ട്രെയിലർ, ടീസർ ഒക്കെ വന്നു. അത് കണ്ട പലരും ഉണ്ട്. പക്ഷേ അതൊന്നും സിനിമയാകുന്നില്ല. അപ്പോൾ സിനിമ പൊതുജനങ്ങൾ കണ്ടിട്ടില്ല. അതിനു മുമ്പ് തന്നെ സെൻസർ ബോർഡ് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഇല്ല കേട്ടോ. CBFC എന്ന് പറയുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, അതിൽ സെൻസർ എന്ന വാക്കില്ല. സെൻസർ എന്നുള്ള വാക്ക് സിനിമാറ്റോഗ്രാഫിക് ആക്റ്റിൽ തന്നെയില്ല. സിനിമ സെൻസർ ചെയ്യുക എന്ന് പറഞ്ഞൊരു ഏർപ്പാട് ഭാരതത്തിലില്ല. പക്ഷേ ചില നിർദ്ദേശങ്ങൾ ഈ CBFCക്ക് കൊടുക്കാം. സംവിധായകനോ ആരാണോ അവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത് അയാളോട് പറയാം, ഇന്ന സംഗതികളൊക്കെ ഇതിൽ കുഴപ്പമാണ്, ഇതെടുത്ത് മാറ്റണം എന്ന് പറയാം. അല്ലാതെ അവർക്കായിട്ട് മാറ്റാൻ പറ്റില്ല. ഇയാളോട് ആവശ്യപ്പെടാം, ഇത് മാറ്റിയാലേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുള്ളൂ. 3 തരം സർട്ടിഫിക്കറ്റുകളാണ്. ഒന്ന് U സർട്ടിഫിക്കറ്റ്. അത് ആ സിനിമ ആർക്ക് വേണമെങ്കിലും കാണാം എന്നുള്ള സർട്ടിഫിക്കറ്റാണ് U. പിന്നെ ഉള്ളത് UA, അതായത് കുട്ടികൾക്ക് ആ സിനിമ കാണാൻ ഒരു പ്രശ്നമുണ്ട്, മുതിർന്നവരുടെ കൂടെ പോയിട്ട് വേണം ആ സിനിമ കാണാൻ. കുട്ടികൾ മാത്രമായിട്ട് പോയാൽ ടിക്കറ്റ് കൊടുക്കരുത്. ഇതാണ് UA സർട്ടിഫിക്കേഷൻ. പിന്നെയുള്ളത് A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം കാണാനുള്ള സിനിമയാണ്. കുട്ടികളെ ഒരു കാരണവശാലും മുതിർന്നവരുടെ കൂടെയോ അല്ലാതെയോ കുട്ടികൾ ഇത് കാണാൻ പാടില്ല. അപ്പോൾ A സർട്ടിഫിക്കറ്റ് പടം എന്ന് പറഞ്ഞാൽ അത് അശ്ലീലമാണ് എന്നൊരു പൊതു ധാരണ വന്നു. ലൈംഗികത അല്ലെങ്കിൽ അശ്ലീലത്തിൻ്റെ അതിർവരമ്പിലെത്തുന്ന ചില സീനുകൾ, ഇതൊക്കെ ഉള്ള സിനിമകൾക്ക് A സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുക. ബട്ട് അശ്ലീലത്തിന് മാത്രമല്ല A സർട്ടിഫിക്കറ്റ്. അസാമാന്യമായ വയലൻസ്, കുട്ടികളെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ അതിന് A സർട്ടിഫിക്കറ്റ് കൊടുക്കും. എന്നാൽ ഫലത്തിൽ തിയേറ്ററിൽ ഇത് വരുമ്പോൾ ഇതൊന്നും ആരും നോക്കാറില്ല. ടിക്കറ്റ് എടുക്കാൻ വരുന്ന ആളിൻ്റെ വയസ്സാരെങ്കിലും അന്വേഷിക്കുക. 5 ടിക്കറ്റ് ഒരാൾ ക്യൂവിൽ നിന്ന് എടുക്കുന്നു. ഈ മറ്റ് 4 പേര് വയസ്സ് കുറഞ്ഞതാണോ കൂടിയതാണോ ആര് നോക്കാനാണ്? അപ്പോൾ ഇത് സർട്ടിഫിക്കറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ തോന്നിയ ദിവസം പോയി കാണുകയൊക്കെ ചെയ്യും. ഇതാണ് സംഭവം. മറ്റ് പല നാട്ടിലും ഇങ്ങനൊരു സർട്ടിഫിക്കേഷൻ ഏർപ്പാടില്ല. നിങ്ങൾക്ക് സിനിമ നിർമ്മിക്കാം, കാണാം, നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ കാണും, അല്ലെങ്കിൽ അവർ തിയേറ്ററിൽ കയറില്ല, നിങ്ങളുടെ സിനിമ മൂക്കും കുത്തി വീഴും. ഇതാണ് ആ നാട്ടിൽ. അത് നല്ല സിനിമയാണെങ്കിൽ അതൊക്കെ ആൾക്കാർ കണ്ടോളും, ചീത്തയാണെങ്കിൽ കാണില്ല, പോയി 1-2 ദിവസം സിനിമ കളിച്ചു, അവൻ്റെ കഥ കഴിഞ്ഞു. എന്തിനാണ് സർക്കാർ ഇതിലൊക്കെ തലയിടുന്നതെന്നുള്ളതാണ് ആ നാടുകളിലേക്ക് ഒരു ചോദ്യം. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. സിനിമാറ്റോഗ്രാഫിക് ആക്ട് 1958 മുതൽ നിലവിലുണ്ട്. വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ. എന്നാൽ ഈ ആക്റ്റിൽ പറയുന്നത്, ഫലത്തിൽ പറയുന്നത് പ്രകടമായ രാജ്യദ്രോഹം, പിന്നെ അസാമാന്യമായ ലൈംഗികത,
ഇത് രണ്ടും ഒഴിച്ചാൽ മറ്റ് സിനിമകൾ നിങ്ങൾ വിട്ടോളണം. അതിനനുബന്ധമായിട്ട് കുറേ ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു നിർദ്ദേശക തത്വങ്ങളാണ്. അല്ലാതെ ഇത് ത്രാസിൽ വെച്ചൊരു സിനിമ തൂക്കിയിട്ട് നിങ്ങൾക്ക് ഇത്ര ഗ്രാം വെച്ച് കട്ട് ചെയ്യണം എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇതൊക്കെ ഒരു കലാകാരൻ്റെ സൃഷ്ടിയല്ലേ. ഇപ്പോൾ ഒരു ചിത്രകാരൻ ചിത്രം വരച്ചു, ശ്രീരാമൻ്റെ ചിത്രമാണ് വരച്ചത്. ശ്രീരാമൻ്റെ ചിത്രത്തിലെ കിരീടത്തിന് അത്ര ഭംഗി പോരാ എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അയാൾ വരച്ചു, അയാളുടെ ഭാവനയിൽ അയാൾക്ക് അങ്ങനെ തോന്നി, അയാൾ വരച്ചു, ഇത്രേ ഉള്ളൂ. ഇപ്പം ഈ ജാനകിയെ ചൊല്ലിയും ഒരു വിവാദവും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ജാനകി എന്ന് പേരുള്ള ഒരു സ്ത്രീ ഉണ്ടാകാമല്ലോ, ഇപ്പോഴും ഉണ്ട്. അവർക്ക് ഹൈക്കോടതിയിൽ കേസും കൊടുക്കാം, ഇല്ലേ? അവരുടെ അതിര് തർക്കമാകാം, ഉന്തും തള്ളുമാകാം, എന്തുമാകാം, മോഷണം പോയതാകാം, എനിത്തിങ്. അവർക്ക് കേസ് കൊടുക്കാമല്ലോ. ആ കേസ് അറിയപ്പെടുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള പേരിലായിരിക്കും. പക്ഷേ ഈ CBFC ഇതിൽ കണ്ടുപിടിച്ചു, ജാനകി എന്ന് പറയുന്നത് രാമൻ്റെ പത്നിയായ സീതയുടെ പേരാണ്. അതങ്ങനെ സിനിമയ്ക്ക് ഇടാൻ പറ്റില്ല. ചേടാ, ഇതെന്തൊരു പുലിവാല്! ഇപ്പോൾ രാമനും സീതയും അടങ്ങുന്ന ഒരു പടമാണ്, രാമായണത്തെ ആധാരമാക്കി ചെയ്തൊരു പടമാണ്. അതിൽ സീതയെ വളരെ മോശപ്പെട്ടവളായിട്ട് ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു മെരിറ്റുണ്ട് ആ പറയുന്നത്. അല്ലാതെ ജാനകി എന്നുള്ള പേരുള്ള ഒരു സ്ത്രീ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ കാണിക്കില്ല, അത് സീതയ്ക്ക് അപമാനമാണെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്നിട്ട് ഈ CBFCക്കാർ ഒരു മറുപടിയും ഈ സിനിമാക്കാരന് കൊടുക്കുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ഇന്നത് ചെയ്യുക, എങ്കിൽ ഞങ്ങൾ ഈ സിനിമ പാസ്സാക്കി വിടാം, എന്തെങ്കിലും പറയണ്ടേ? ഒരു മറുപടിയില്ല. ഫോൺ വിളിച്ച് കഴിയുമ്പോൾ അവർ പറയും, അല്ലാതെ ജാനകി പ്രശ്നമാണ്. ശരി സാർ, ജാനകി പ്രശ്നമാണെന്ന് എഴുതിത്തരില്ല. ഫോണിൽ പറയും 96 സ്ഥലത്ത് ജാനകി എന്നുള്ള പേര് വരുന്നു, അത് കട്ട് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഒരു സിനിമ പിടിക്കുന്നത്. ഈ സിനിമയിലാണെങ്കിൽ അഭിനയിക്കുന്നത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രതിഫലവും സംഗതിയൊക്കെ കൊടുത്തിട്ട് മാസങ്ങളുടെ കഷ്ടപ്പാട് കഴിഞ്ഞ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൽ 96 സ്ഥലത്ത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ സിനിമ എന്തിനു കൊള്ളാം? മനുഷ്യന് കാണാൻ കൊള്ളാമോ 96 സ്ഥലത്ത് കട്ട് ചെയ്യുന്നൊരു സിനിമ? അപ്പോൾ ഇവർ പറയുന്നത്, അല്ല, ജാനകി എന്നുള്ളത് അപകടം പിടിച്ച പേരാണ്, അത് മതവികാരം വ്രണപ്പെടുത്തും. എന്ത് മതവികാരം വ്രണപ്പെടാൻ? ജാനകി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മതവികാരം വ്രണപ്പെടുന്നതിന് എതിർകക്ഷിയുടെ വികാരം വ്രണപ്പെടുമെന്ന് പറയാം. അയാൾക്ക് ദേഷ്യം വരും, എനിക്കെതിരെ ഒരു കേസ് കൊടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട്. അല്ലാതെ നാട്ടുകാർക്ക് ദേഷ്യം വരേണ്ട കാര്യം എന്താ? ഇതിനകത്തെ കഥാപാത്രം ശരിക്കും ഒരു റേപ്പ് സർവൈവറാണ്, ബലാത്സംഗം ചെയ്യപ്പെട്ട ജാനകി. ആ കഥ പിന്നെ തുടർന്ന് ആർക്കും അറിയില്ല. അത് കണ്ടത് ഇവർ മാത്രമാണ്, ഹൈക്കോടതിയും അഭിഭാഷകരും മാത്രമാണ്. അതുകൊണ്ട് കഥ ആർക്കും അറിഞ്ഞുകൂടാ. ഏതായാലും കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു. കോടതി പ്രൊസീഡിങ്സിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. റേപ്പ് ചെയ്യപ്പെട്ട ഒരു ജാനകി, അവർ കൊടുക്കുന്ന കേസാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ അങ്ങനെ ഒരു കേസിനെ ചൊല്ലി ഒരു മതവികാരവും ആരുടെയും വ്രണപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കറ്റ് തീരുമാനിച്ചു, അങ്ങനെയല്ല, ആളുകളുടെ മതവികാരം വ്രണപ്പെടും. ഇതിനു മുമ്പ് വ്രണപ്പെട്ടിട്ടുണ്ട്. പത്മാവതി എന്ന സിനിമയെപ്പറ്റി ഒരു വിവാദമുണ്ടായി. പത്മാവതി ഒറിജിനൽ പത്മാവതിയല്ല, മഹാവിഷ്ണുവിൻ്റെ ഭാര്യയല്ല, ചരിത്രത്തിൽ ഒരു പത്മാവതി ഉണ്ടായിരുന്നു. അവരുടെ കഥ അത് പുനരാഖ്യാനം ചെയ്തപ്പോൾ അതിൽ ആൾക്കാർ ഒബ്ജക്ഷൻ പ്രകടിപ്പിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. അത് പത്മാവത് എന്നാക്കി മാറ്റേണ്ടി വന്നു. അത് മാറ്റേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ചരിത്ര കഥാപാത്രത്തോട് നീതി പുലർത്തിയില്ല എന്ന് ജനങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് പത്മാവതിയെ മാറ്റിയത്. അല്ലാതെ പത്മാവതി മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് മാറ്റണം എന്നൊന്നും ആയിരുന്നില്ല അന്നത്തെ വാദം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് CBFC ഈ കള്ളക്കളി കളിക്കുന്നു, ഒന്നും എഴുതി കൊടുക്കുന്നുമില്ല. അപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ ആൾക്കാർ ഹൈക്കോടതിയിൽ പോകുന്നത് ആദ്യമായിട്ട്
ഞങ്ങൾക്കൊരു മറുപടി ഇവർ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു മറുപടിയും എഴുതി തന്നിട്ടില്ലല്ലോ. എന്താ സംഭവം എന്ന് എഴുതി കിട്ടിയാലല്ലേ അതിന് പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെഴുതി കൊടുക്കുകയില്ല, ഫോണിൽ മാത്രം സംസാരിക്കും. ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. തീർത്തും നിയമവിരുദ്ധമായ നടപടികളാണ് CBFCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഇവർ ഹൈക്കോടതി പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സിനിമ കൊടുത്തിട്ട് അവർ സർട്ടിഫിക്കറ്റും തരുന്നില്ല, തരാത്തതിന് കാരണവും പറയുന്നില്ല, ഒന്നുമില്ല, ഞങ്ങൾ ഇരുട്ടിൽ നിൽക്കുന്നു. ഞങ്ങൾ ഇതിൻ്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു, പരസ്യം കൊടുത്തു, പോസ്റ്റർ അടിച്ചു, OTTയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ഇത്രാം തീയതി നിങ്ങൾക്ക് സിനിമ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാം കൂടെ കുഴപ്പത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ലക്ഷങ്ങളുടെ ഇത് ചിലവ് വരും. ഇവർ ഫോണിൽ ഞങ്ങളോട് പറഞ്ഞത് 96 സ്ഥലത്ത് കട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ എഴുതിയൊട്ട് തരുന്നുമില്ല. കോടതി ചോദിച്ചു, എന്താണോ ഇത്? എന്താണെന്ന് വെച്ചാൽ അവർക്ക് എഴുതി കൊടുക്കണ്ടേ? അല്ല, അത് ഇന്നതാണ് എൻ്റെ കാര്യം. ഇന്നതാണെന്ന് താൻ പറഞ്ഞാൽ മതിയോ? എഴുതിത്താ എങ്കിലല്ലേ റെക്കോർഡാകുള്ളൂ. കോടതിക്കൊരു കാര്യം തീരുമാനിക്കണമെങ്കിൽ എഴുതി കിട്ടണ്ടേ? അല്ലെങ്കിൽ നാളെ ഇയാൾ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ പോയില്ലേ. അപ്പോൾ എഴുതിത്തരാം. പതുക്കെ സമയം കൂട്ടി അങ്ങ് കൊണ്ടുപോവുക. ഇതാണ് CBFCയുടെ തന്ത്രം. അപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സിനിമ കുഴപ്പത്തിലാകും. ഓരോ ദിവസം താമസിക്കും തോറും ഈ വക്കീൽ ഫീസ് കൊടുക്കണം, എറണാകുളം വരെ വരണം. ഇതെല്ലാം ബുദ്ധിമുട്ടല്ലേ സിനിമാക്കാർക്ക്? അവനങ്ങൊന്നും ബുദ്ധിമുട്ടട്ടെ. കേന്ദ്രത്തിന് കുഴപ്പമില്ല, കാരണം അവർക്ക് സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്. കേരള ഹൈക്കോടതിയിൽ കേരള സർക്കാരിന്, കേന്ദ്ര സർക്കാരിന്, അങ്ങനെ പലർക്ക്, ഇലക്ട്രിസിറ്റി ബോർഡിന്, KSRTCക്കൊക്കെ അവരുടെ സ്വന്തം വക്കീൽ സ്ഥിരം അവിടെ ഉണ്ട്. അവരുടെ ജോലി തന്നെ ഇതാണ്. പക്ഷേ സിനിമാക്കാർക്ക് അങ്ങനെയല്ലല്ലോ. അവരുടെ സ്വന്തം വക്കീൽ ദിവസവും കോടതിയിൽ താമസിക്കുന്നില്ലല്ലോ. അവർ കാശ് കൊടുത്ത് ദിവസവും കൊണ്ടുവരണ്ടേ? അയാളുടെ ചിലവ് മുഴുവൻ നോക്കണ്ടേ? അയാൾക്കും അയാളുടെ ക്ലർക്കിനുമുള്ള കാശ് കൊടുക്കണ്ടേ? എത്ര ദിവസം, എത്ര കാശ്? അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചു CBFC. ഞാൻ നേരെ ആരോപിക്കുകയാണ് ധൈര്യമായിട്ട്, CBFC ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സിനിമയെ മറ്റെന്തോ കാരണങ്ങളാൽ, അതിൻ്റെ പേരൊന്നുമല്ല അതിൻ്റെ കാരണം, മറ്റെന്തോ വ്യക്തിവൈരാഗ്യമോ പ്രശ്നമോ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകളയാൻ തീരുമാനിച്ചു. ഇതാണ് സംഭവം. ഇതിൻ്റെ ഉസ്താദായിട്ട് തലപ്പത്തിരിക്കുന്ന ആളിൻ്റെ പേര് പ്രസൂൻ ജോഷി എന്നാണ്. പ്രസൂൻ ജോഷി ഒരു അർബൻ നക്സലായിരുന്നു. ബോംബെ സിനിമാ ലോകത്തിലെ ഒരു നല്ല തകർപ്പൻ അർബൻ നക്സൽ. ഈ ഭരണമാറ്റത്തിൻ്റെ കാറ്റ് മാറി വീശി എന്ന് മനസ്സിലായിട്ട് പ്രസൂൻ ജോഷി സമർത്ഥനാണ്, ചാടി BJP സൈഡിലേക്ക്, BJPയിൽ ചേരുകയല്ല, BJPയിൽ ചേർന്ന് മന്ത്രിയാവാനൊന്നും പ്രസൂൻ ജോഷിക്ക് ഇതില്ല. സിനിമയുടെ നിയന്ത്രണം തൻ്റെ കയ്യിൽ വരിക, CBFCയുടെ ചെയർമാനാവുക, ഈ രീതിയിൽ കളി കളിച്ചു. അതിനെന്തോ പാട്ടൊക്കെ എഴുതി, മോദി അച്ഛാ ഹേ അച്ഛാ മോദി ഹേ, മോദി അച്ഛാ ഹേ അച്ഛാ മോദി ഹേ, ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ എഴുതി. അങ്ങനെ BJPക്കാരുടെ ഗുഡ് ബുക്സിലൊക്കെ കയറിയിട്ട് ആശാൻ, അതിൻ്റെ സാമർഥ്യമുണ്ട് പലർക്കും. അപ്പോൾ അയാൾ കയറിയിട്ട് CBFCയുടെ തലപ്പത്തെത്തി. ഇപ്പോൾ അയാളാണ് നാട്ടിലെ ഏറ്റവും വലിയ RSSകാരൻ എന്ന് അയാൾ അവകാശപ്പെടുന്നു. അത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്. പലർക്കുമൊക്കെ ഉണ്ടല്ലോ ഈ RSS സ്ഥാപിച്ചത് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ. പുള്ളി ഒരു കുഴപ്പം കാണിച്ചു. പുള്ളി നേരത്തെ മരിച്ചുപോയി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പുള്ളി മരിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പുള്ളിയെ RSS എന്താണെന്ന് പഠിപ്പിച്ചേനെ. പുള്ളിക്ക് RSS എന്താണെന്ന് അറിഞ്ഞു. ഇങ്ങനെയല്ല RSS പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ധാരാളം പുങ്കന്മാരുണ്ട്. അതിലൊരു പുങ്കനാണ് നമ്മളുടെ പ്രസൂൻ ജോഷി. പ്രസൂൻ ജോഷി ഇങ്ങനത്തെ ഈ തെമ്മാടിത്തരമൊക്കെ കാണിക്കാനുള്ള ധൈര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം. മന്ത്രിമാർക്ക് ഇതൊന്നും നോക്കാനുള്ള നേരമില്ല. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയുടെ കീഴിലാണ് പ്രസൂൻ ജോഷി വരുന്നത്. INB വകുപ്പ്, റെയിൽവേ, പിന്നെ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി, ഈ 3 വകുപ്പുകൾ നമ്മളുടെ അശ്വിനി വൈഷ്ണവിൻ്റെ കയ്യിലാണ്. ഭീമാകാരമായ വകുപ്പുകളാണ്. ഈ 3 വകുപ്പിലെ ആൾക്കാരുടെ പ്രൊമോഷൻ, ഇൻക്രിമെൻറ്റ്, ട്രാൻസ്ഫർ, ഇതിൻ്റെയൊക്കെ ഫയലുകൾ നോക്കുമ്പോൾ തന്നെ ഈ അശ്വിനി വൈഷ്ണവിൻ്റെ ജീവിതം അവസാനിക്കും.
വേറെ ഫയലൊന്നും നോക്കാൻ പറ്റില്ല. മന്ത്രിമാർ അശ്വിനി വൈഷ്ണവ് പോട്ടെന്ന് ഒരു സാധാരണ സംസ്ഥാന മന്ത്രി ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ പ്രധാന ജോലി എന്താണെന്നാണ് നിങ്ങളുടെ വിചാരം? ഈ ട്രേഡ് യൂണിയൻ ഡിസ്പ്യൂട്ട്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, എനിക്കൊരു ഗ്രേഡ് കിട്ടിയില്ല, 93 മുതൽ എനിക്ക് കിട്ടേണ്ടതായിരുന്നു, അത് 96 മുതലാണ് തന്നത്, അതുകൊണ്ട് 93 മുതലുള്ള കുടിശ്ശിക അടക്കം 11,715 രൂപ 15 പൈസ എനിക്ക് കിട്ടാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ആ ഫയലുകളാണ് മേശപ്പുറത്ത് എന്നും വരുന്നത്. അല്ലാതെ ജനങ്ങളെ സ്പർശിക്കുന്ന ഫയലോ അങ്ങനെ ഒന്നുമല്ല. വെറുതെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഈ മന്ത്രിമാരുടെയൊക്കെ ജോലി ഈ ഉദ്യോഗസ്ഥന്മാരുടെ പരാതികൾ തീർപ്പാക്കുകയാണ്. വേറെ ഒന്നും ചെയ്യാൻ അവർക്ക് നേരം കിട്ടാറില്ല. അപ്പോഴത്തേക്ക് തന്നെ രാത്രി 2 മണിയായി. പിന്നെ മന്ത്രിയായാലും തന്ത്രിയായാലും എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണ്ടേ. അപ്പോൾ ഇതാണ് അശ്വിനി വൈഷ്ണവിൻ്റെ സ്ഥിതി. അപ്പോൾ പ്രസൂൻ ജോഷിക്ക് അൺലിമിറ്റഡ് അധികാരങ്ങളാണ്. പ്രസൂൻ ജോഷി എന്ത് ചെയ്തു? ഈ BJP സർക്കാരിനെ പുറത്തുനിന്ന് തകർക്കാൻ പ്രയാസമാണ്, വോട്ട് വാങ്ങിച്ച് തകർക്കാൻ പ്രയാസമാണ്. ഇവരെ അകത്തുനിന്ന് തകർക്കണം, ഇവരുടെ വിശ്വാസ്യത തകർക്കണം. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ സിനിമ, നാടകം, പാട്ട്, സംഗീതം, ഇതിനെയൊക്കെ സോഫ്റ്റ് പവർ എന്ന് വിളിക്കും. ആളുകളെ അസാമാന്യമായിട്ട് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അപ്പോൾ ആ രംഗത്ത് നടക്കുന്ന വിവാദങ്ങളും വളരെ മോശമായിട്ട് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കും. അപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഒരു ഉടക്കെടുത്തിടുക, അത് സീതയുടെ പേരാണ്, അത് പറ്റില്ല എന്നൊക്കെ പറയുക. അപ്പോൾ എന്തായി? ഇത് സീതയുടെ പേരുമായിട്ട് ബന്ധമില്ലാത്ത ജാനകിയാണ്, ഇതൊരു സാധാരണ ജാനകിയാണ് എന്നറിയാവുന്ന ജനത്തിന് ചൊറിയും. ഇതെന്താ മോദി സർക്കാർ ഈ വൃത്തികളൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ജനം മോദി സർക്കാരിനെതിരെ തിരിയും. എന്നാൽ അശ്വിനി വൈഷ്ണവ് ഇത് ഇടപെട്ട് വിളിച്ച് ചോദിച്ചു എന്ന് വെച്ചോ, പ്രസൂൻ ജോഷി ഇത് ഭംഗിയായിട്ട് അവതരിപ്പിക്കും. സാർ ഇതിങ്ങനെയാണ്, പ്രശ്നമാണ്, ജാനകി സാധാരണ ജാനകിയാണോ അല്ലയോ എന്നുള്ളതൊന്നും ജനം നോക്കുകയില്ല. അവർ നേരെ തിയേറ്ററിന് തീ വയ്ക്കും, പ്രശ്നം ഉണ്ടാക്കും. എടോ ആരാടോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ? അത് ഹനുമാൻ സേന അവരിവരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തട്ടിയൊക്കെ വിട്ട് അപ്പോൾ ഇദ്ദേഹം കുഴപ്പത്തിലാവും. അശ്വിനി വൈഷ്ണവ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡാമേജ്, ഇറങ്ങാതിരുന്നാൽ ഡാമേജ്, എന്ത് ചെയ്യും? അങ്ങേർക്ക് പിന്നെ അപ്പോഴത്തേക്ക് റെയിൽവേയുടെ മീറ്റിംഗ് വന്നു, പുള്ളി എണീറ്റ് പോയി കടലാസെടുത്തിട്ട് വേറൊരു സെക്രട്ടറിക്ക് കൊടുക്കും, താനും നോക്കടോ എന്താണെന്ന് പറഞ്ഞിട്ട് അങ്ങേര് ഇറങ്ങി അങ്ങ് പോകും. ഈ സെക്രട്ടറി പട്ടിക്ക് പുതിയ തേങ്ങ കിട്ടിയ പോലെ അങ്ങേർക്ക് ജാനകിയെ അറിഞ്ഞുകൂടാ, സ്റ്റേറ്റ് ഓഫ് കേരളയെ അറിഞ്ഞുകൂടാ. എന്ത് ചെയ്യും? അതൊരു ചൗധരിയോ ബന്ദോപാധ്യായോ ഒക്കെ ആയിരിക്കും. അയാൾ ഇതെടുത്ത് വെച്ചിട്ട് അയാൾക്ക് ഒന്നും മനസ്സിലാവണില്ല, അതവിടെ ഇരിക്കട്ടെ. ഒടുവിൽ പ്രസൂൻ ജോഷി പറയും, എന്താ ഈ തീരുമാനം? എടോ താൻ യുക്തമായ തീരുമാനം എടുക്കുക, എനിക്കിത് തലയിൽ കയറുന്നില്ല. വീണ്ടും അധികാരം പ്രസൂൻ ജോഷിയുടെ കയ്യിൽ വരും. ഇങ്ങനെ ഈ ബ്യൂറോക്രസി സർക്കാരുകളെ താഴെ ഇറക്കുന്ന ഒരു പരിപാടിയുണ്ട്. ജനങ്ങൾ വിചാരിച്ചാൽ താഴെ ഇറങ്ങാത്ത ജനപിന്തുണയുള്ള സർക്കാരിനെ അകത്ത് നിന്ന് പണി കൊടുത്ത് വിശ്വാസ്യതയില്ലാത്തവരാക്കി നാറ്റിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചിട്ട് പ്രസൂൻ ജോഷി അപ്പുറത്തേക്ക് ചാടും, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ സ്ഥാനത്തേക്ക് ചാടും. മിടുക്കൻ, അവൻ അവിടെ ഇരുന്ന് പണി കൊടുത്ത് മോദി സർക്കാരിൻ്റെ വിശ്വാസ്യത തകർത്ത് താഴെയിട്ട് കണ്ടോ മിടുക്കൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇങ്ങനത്തെ ട്രോജൻ ഹോഴ്സസ്, ആ ട്രോജൻ ഹോഴ്സിലൊന്നാണ് പ്രസൂൻ ജോഷി. പ്രസൂൻ ജോഷിയുടെ വാശിയിലാണ് ഈ സിനിമ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അവസാനം ഹൈക്കോടതിയാണെങ്കിൽ വല്ലാതെ ദേഷ്യത്തിൽ പട്ടാളം ജാനകി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടില്ലേ? ഉണ്ട്. ജാനകി ജാനേ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടില്ലേ? ഉണ്ട്. എൻ്റെ സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന് പറഞ്ഞ് മലയാളം സിനിമയില്ലേ? ഉണ്ട്. പിന്നെ എന്താണോ ഈ സിനിമയ്ക്ക് കുഴപ്പം? അല്ല, അതങ്ങനെയല്ല, ഈ സിനിമ മറ്റേ സിനിമ പോലെയല്ല, ഇതിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ജാനകിയാണ്. ആയിക്കോട്ടെ, ബലാത്സംഗം ചെയ്യപ്പെട്ട ജാനകിയോ തങ്കമ്മയോ ആരായാലും തനിക്കെന്താ? അല്ല, അത് തെറ്റിദ്ധരിക്കപ്പെടും. തെറ്റിദ്ധരിക്കപ്പെടും. സിനിമ ഇറങ്ങിയ പോലും ഇല്ല, പിന്നെ എന്ത് തെറ്റിദ്ധാരണ? തനിക്കാണ് ഈ തെറ്റിദ്ധാരണ മുഴുവൻ, വേറെ നാട്ടുകാർക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. നോക്കട്ടെ സിനിമ എന്ന് പറഞ്ഞിട്ട് ജഡ്ജി പോയി സിനിമ കണ്ടിട്ട് അദ്ദേഹം ഫൈനൽ ജഡ്ജ്മെൻ്റ് എഴുതിയില്ല. ഇപ്പോഴും ഇൻ്ററിം ഓർഡറാണ്. അത് നന്നായി എന്ന് എനിക്കും തോന്നുന്നു. കാരണം ഫൈനൽ ജഡ്ജ്മെൻ്റ് എഴുതി ഇപ്പോൾ ഇവരെത്തിയിരിക്കുന്ന ഒരു ഒത്തുതീർപ്പ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പേര് മാറ്റണം. സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെ വിഷമിച്ചു. അവരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണെന്ന് പോകുന്നത്. അവരെന്ത് ചെയ്യും? അവർ കീഴടങ്ങി. അവർ പറഞ്ഞു, ശരി സാർ, അങ്ങനെ മാറ്റിയേക്കാം. അത് കഴിഞ്ഞ് പറഞ്ഞു,
ഈ സിനിമയുടെ 1 മണിക്കൂർ 8 മിനിറ്റ് 24 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് ജാനകി എന്ന് പേര് പറയുന്നുണ്ട്, അത് മ്യൂട്ട് ചെയ്യണം. എൻ്റെ ദൈവമേ, എത്ര കൃത്യമായിട്ട് നോക്കി വെച്ചു. അത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സ്വർഗം കിട്ടുമെന്നാണ്. എന്ത് വാങ്ങിക്കോട്ടെ, കാരണം നമുക്ക് ഇതിൻ്റെ കഥ തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ എവിടെ എന്ത് മ്യൂട്ട് ചെയ്യുന്നു നമുക്കറിയില്ലല്ലോ. ഏതായാലും അങ്ങനെ പറഞ്ഞ് ഒത്തുതീർപ്പിലെത്തി. കോടതി അവിടെ വെച്ച് വിട്ടില്ല. കോടതി പറഞ്ഞു, ഞാനൊരു ഇൻറ്ററിം ഓർഡർ ഇറക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 2 കൂട്ടരും സമ്മതിച്ചിട്ടുണ്ട്, എന്നിട്ടിത് നടപ്പിലാകുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാരണം ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് കൊടുത്ത് അത് CBFC നടപ്പിലാക്കിയില്ലെങ്കിൽ CBFC വ്യക്തമായിട്ടും ഈ സിനിമാക്കാരെ ഹരാസ് ചെയ്യുകയാണ്, ദ്രോഹിക്കുകയാണ് എന്ന് കോടതിക്ക് ബോധ്യം വന്നു. കോടതിയും കൂടെ പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നെ പോയി. അപ്പോൾ അതുകൊണ്ട് കോടതി മുഴുവൻ പിടിവിടാതെ ഇൻറ്ററിം ഓർഡർ ഇറക്കിയിട്ട്, ശരി നിങ്ങൾ ഇത് ചെയ്യുക, എന്നിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റർ കയ്യിൽ തന്നെ വെച്ചു. CBFC കുടുങ്ങി. കാരണം ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കോടതി കയറി ചൂടാവും. കോടതിയിൽ പറഞ്ഞു പോയതാണ്. CBFCക്ക് വേണ്ടി ആദ്യം ഹാജരായത് ബോംബെ ഹൈക്കോടതിയിലെ വലിയ വക്കീലായ അഭിനവ് ചന്ദ്രചൂഡാണ്. നമ്മളുടെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ മകൻ. ഇദ്ദേഹം ബോംബെ ഹൈക്കോടതിയിലാണ്. പ്രസൂൻ ജോഷി ബോംബെയിലാണ്. CBFCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെയിലാണ്. അപ്പോൾ അഭിനവ് ചന്ദ്രചൂഡിനെ ഇറക്കി. അഭിനവ് ചന്ദ്രചൂഡ് ആദ്യത്തെ ദിവസം വന്ന് കോടതി 2-3 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് മനസ്സിലായി ഇത് പരുവക്കേടാണ്, നമ്മളുടെ പേര് ചീത്തയാവും. പിന്നെ പുള്ളി ഹാജരായില്ല. പുള്ളി ആളുമെടുക്കനാണ് കേട്ടോ. അഭിനവ് ചന്ദ്രചൂഡ് വളർന്നു വരുന്ന അടുത്ത ജഡ്ജിയാണ്. കൊളീജിയൻ സിസ്റ്റം ഉണ്ടെങ്കിൽ, ഗുരുവായൂരപ്പനാണ് സത്യം, കൊളീജിയൻ സിസ്റ്റം ഉണ്ടെങ്കിൽ അഭിനവ് ചന്ദ്രചൂഡ് താമസിയാതെ ഹൈക്കോടതി ജഡ്ജാവും. അതിന് കാരണമുണ്ട്. ഇദ്ദേഹം നമ്മളുടെ CAA പൗരത്വ ഭേദഗതി നിയമം വന്നില്ല, അതിനെതിരെ ഇന്ത്യയിലല്ല വിദേശ രാജ്യങ്ങളിൽ അത്യുഗ്രമായ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ നടത്തി. കേൾക്കേണ്ട പ്രസംഗമാണ്, വാക്സാമർത്ഥ്യമാണ്. ശശി തരൂർ അന്തം വിട്ടുപോകും. ആ രീതിയിലാണ് അഭിനവ് ചന്ദ്രചൂഡിൻ്റെ പ്രസംഗം. എല്ലാം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുമായിരുന്നു. അത്ര മിടുക്കനായ ഒരു വക്കീലാണ് എന്ന് സാരം. പക്ഷേ രണ്ടാമത് കോടതിയിൽ അപ്പിയർ ചെയ്യാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായില്ല. ഇതുപോലത്തെ ബ്യൂറോക്രാറ്റ്സ് ഇവർ ഈ സർക്കാരിനെ തോൽപ്പിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നു. അവരുടെ പ്രവൃത്തിയിലൂടെ അവരത് ചെയ്യുന്നു. അവർ എല്ലാ സിനിമയിലും ഹിന്ദു മുസ്ലിം ആംഗിൾ കൊണ്ടുവരുന്നു. പല സിനിമകളിലും ആംഗിൾ ഉണ്ടാവും. ആംഗിൾ സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയൊക്കെ തീരുമാനമാണ്, അതനുസരിച്ച് അത് പൊക്കോളും. പക്ഷേ പ്രസൂൻ ജോഷി അങ്ങനെയല്ല. ആളുകളെ പറഞ്ഞളക്കും. മുസ്ലിങ്ങളെ മോശമായിട്ട് കാണിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെക്കണം. എനിക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അത് ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം, നിങ്ങൾ ബഹളം വെച്ചിട്ട് അത് സർക്കാരിനെ കൊണ്ട് നിരോധിപ്പിക്കുന്നു. തെരുവിൽ ലഹളയും അടിയും ബഹളം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദയ്പൂർ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ. ഉദയ്പൂരിൽ നടന്ന ഒരു കൊലപാതകം, നൂപുർ ശർമ്മ കേസിനെ തുടർന്ന് നടന്ന കൊലപാതകം. ആ കൊലപാതകത്തിലെ സംഭവങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെ ചേർത്തുള്ള സിനിമ. ഈ സിനിമ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ വാർത്ത മുസ്ലിം ഗ്രൂപ്പ്സിൻ്റെ കയ്യിൽ കിട്ടി. അവർ സുപ്രീം കോടതിയിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു സിനിമ പിടിക്കാൻ പറ്റാതെ ആയിരിക്കുന്നു. പറ്റാത്ത അവസ്ഥ പ്രസൂൻ ജോഷിയും കൂട്ടരും കൂടെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈശ്വരൻ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നല്ലാതെ ഞാനെന്ത് പറയാനാണ്. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.